വിവോയുടെ വിവോ X200 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണ് 95,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ X200 Pro എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറ തന്നെയാണ്. ഇപ്പോൾ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ പിക്സലിന്റെ 1.57 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇത് സോണി LYT-818ന്റെ മെയിൻ ക്യാമറ സെൻസറാണ്. പിന്നെ ഇതിൽ വോയിസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഇത് കൂടാതെ 50 മെഗാ പിക്സലിന്റെ 2.0 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ മൂന്നാമത് 200 മെഗാ പിക്സലിന്റെ 2.67 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. ഇതിലും വോയിസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 3.7x ഒപ്റ്റിക്കൽ സൂം ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ റിസൾട്ട്സും അത്യാവശ്യം നല്ല റിസൾട്ട്സ് ആണ്. വളരെ മികച്ചൊരു ക്യാമറ പെർഫോമൻസും കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിന്റെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് സൂയിസുമായിട്ട് അവർ പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിവോയുടെ V3+ ചിപ്പ് ഇതിൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ മികച്ചൊരു ക്യാമറ പെർഫോമൻസ് ഇത് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ നോക്കുന്നത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി തന്നെ ഇതിൽ വരുന്നുണ്ട്. അതുമാത്രമല്ല 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു ചാർജിങ് സ്പീഡാണ്. പിന്നെ 30 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ USB 3.2 Gen 1 സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. അപ്പം ഓൺ പേപ്പർ ബാറ്ററി സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ക്യാമറ മാത്രമല്ല ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, ഇപ്പം ബാറ്ററിയും ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിൽ തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ സ്നാപ്ഡ്രാഗണിന്റെ പ്രോസസ്സർ അല്ല ഇതിൽ വരുന്നത്, MediaTekന്റെ പ്രോസസ്സറാണ് വരുന്നത്. MediaTek Dimensity 9400 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് MediaTekന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മികച്ചൊരു പ്രോസസ്സറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബേസ് വേരിയന്റിൽ തന്നെ 16 GB റാം വരുന്നുണ്ട്. 512 GB ഇന്റേണലും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 17ഓളം 5G ബാൻഡ്സ് ഇതിൽ വരുന്നുണ്ട്. മേജർ ആയിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല പ്രോസസ്സറും പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. LTPO എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ കേർവ്ഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതായത് 4 ഭാഗത്തും ചെറിയ കർവേച്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡോൾബി വിഷന്റെ സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 4500 nits ആണ്. പിന്നെ 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ IP68, 69 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു IP റേറ്റിംഗും ഇതിൽ വരുന്നുണ്ട്. അപ്പം അതും നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു ഫോൺ വാട്ടർ റെസിസ്റ്റന്റും അതുപോലെ തന്നെ ടെസ്റ്റ് റെസിസ്റ്റന്റ് ഒക്കെ ആയിരിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് ഇതിൽ വരുന്നത്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 223 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.2 mm ആണ്. പിന്നെ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഒന്നും കൊടുത്തിട്ടില്ല. മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. NFC-യുടെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. 4 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 5 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 16 GB റാം 512 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 94,999 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുമ്പോൾ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഇത്. മികച്ചൊരു ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. മികച്ചൊരു ക്യാമറ പെർഫോമൻസും ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട്.
പിന്നെ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസറും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് വിവോ X200 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ. വിലയും അത്യാവശ്യം വരുന്നുണ്ട്. 95,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ നിങ്ങൾ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് വിവോ X200 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ വളരെ മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. വിലയും അത്യാവശ്യം കൂടുതലായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഫോണൊക്കെ ആയിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പം ഇതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.